പലതരം ഫർണിച്ചറുകളുടെ ഒരു വലിയ ഷോറൂമാണിതെന്ന് നിങ്ങൾ ധരിച്ചോ? എങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഇത് സിനിമയ്ക്ക് വേണ്ടി ഫർണിച്ചറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണ്. ഈ രാമോജി ഫിലിം സിറ്റിയിലുള്ള അസംഖ്യം ഫ്ലോറുകളിൽ പലതരം സെറ്റുകളുണ്ട്. വീടുകളുടെ, വലിയ കൊട്ടാരങ്ങളുടെ, ഓഫീസുകളുടെ ഒക്കെ സെറ്റുകൾ ഉണ്ടാക്കും. ആ സെറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫർണിച്ചേഴ്സ് ഉണ്ടാവില്ല. അതിലേക്ക് ആവശ്യമായ ഫർണിച്ചേഴ്സ്, ഏത് തരം ഫർണിച്ചേഴ്സാണോ വേണ്ടത് ആ തരം ഫർണിച്ചറുകൾ ഈ സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ ആർട്ട് ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ കളർ സെറ്റിയാണ് മാച്ച് ചെയ്യണമെങ്കിൽ ഈ സെറ്റ് അവർക്ക് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ബെഡ്റൂമുകൾ, വിശാലമായ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കട്ടിലാണിത്. മനോഹരമായിട്ടുള്ള കൊത്തുപണികളോടുകൂടിയ കട്ടിലാണ്. ഇതെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടുന്ന് എടുത്തുകൊണ്ട് പ്ലേസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊരു ബില്ലിയാർഡ്സ് ബോർഡാണ്. ഇത് നമ്മുടെ തെലുങ്ക്, ഹിന്ദി സിനിമകളിലൊക്കെ നായകന്മാരും വില്ലന്മാരൊക്കെ പൈപ്പ് കടിച്ച് പിടിച്ച് ഇങ്ങനെ കളിക്കുന്ന ബില്ലിയാർഡ്സ് ബോർഡാണ് ഇത്. കണ്ണാടികൾ, നിലക്കണ്ണാടികൾ. ഇത് ഒരു ജ്വല്ലറി അല്ല, ഇത് ജ്വല്ലറി ഷോപ്പും അല്ല. ഇത് ആഭരണങ്ങൾ, സിനിമയ്ക്ക് ആവശ്യമായ നായികമാർക്കും നായകന്മാർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ആഭരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ ഫർണിച്ചറിൻ്റെ സെക്ഷൻ കണ്ടതുപോലെ ആഭരണങ്ങളുടെ സെക്ഷനാണ്. ഇതിലത്തെ ഈ ഓർണമെൻറ്റ്സാണ് നായികമാരും നായകന്മാരും ഒക്കെ ധരിച്ച് ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്നത്. അയ്യോ, കിരീടം. തെലുങ്ക് സിനിമകളിൽ നമ്മൾ കാണാറുള്ള രാജാക്കന്മാരുടെ കിരീടമാണിത്. ഇതൊക്കെ ഇവിടെ വാടകയ്ക്ക് കിട്ടും. എങ്ങനെയുണ്ട്? രാജാവിൻ്റെ മാതിരിയുണ്ടോ? പലരും പറയാറുണ്ട് എനിക്കൊരു രാജാവിൻ്റെ ചായ ഉണ്ട്. വസ്ത്രങ്ങളുടെ ശേഖരം. ഇതിൽ പല സിനിമകളിലെ നായകൻ ഇട്ടിട്ടുള്ള ജീൻസൊക്കെ ആയിരിക്കും ഇത്. ഇത് ഏതോ ഫൈറ്റ് സീനിൽ ഉപയോഗിച്ചതാണ്. കണ്ടോ, ബ്ലഡിൻ്റെ കറകളുണ്ട്. ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഇവിടുന്ന് എടുത്തുകൊണ്ട് ആരും അറിയില്ല എന്ന്. പക്ഷേ ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡഡ് ആണ്. ഇതിലുള്ള ഓരോന്നിനും നമ്പേഴ്സ് ഉണ്ട്. ഒരു പീസ് പോയാൽ ഇതിൻ്റെ ഉടമസ്ഥനെ അറിയും. ഇത് പോലീസിൻ്റെ ഒക്കെ വണ്ടിയുടെ മീതെ വയ്ക്കുന്ന ലൈറ്റാണ്. ഒരുപാട് ലാമ്പ് ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ. ഇതുപോലൊരു സാധനം ഞാൻ മേടിക്കണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. ഇതാണ് പല്ലക്ക്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മളിരിക്കും. അപ്പുറത്തിപ്പുറത്തും ആളുകൾ തോളത്ത് വെച്ച് നടക്കും. നമ്മുടെ നാട്ടിലെ നോക്കുകൂലിയും ലോഡിങ് ചാർജൊക്കെ പേടിച്ചിട്ട് ഞാൻ തൽക്കാലം മേടിക്കുന്നില്ല. അത് കോസ്റ്റ്യൂം പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഏരിയയാണിത്. നമ്മൾ നേരത്തെ കണ്ട അവിടെ ഷോറൂമിൽ, മറ്റേ ഗോഡൗണിൽ കണ്ട ഡ്രസ്സുകളൊക്കെ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റാഫുണ്ട്. ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ. ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇവരുടെ ഓർഡറുകൾക്കനുസരിച്ച്. ഇതിപ്പോൾ ഈ ആൻറ്റി ഒരു ഗ്ലൗസാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലാസ്സുകളുടെയും ക്രോക്കറിയുടെയും ഒരു സെക്ഷനാണിത്. സിനിമയിൽ എന്താ പറയേണ്ട സീനുകളിൽ ഡൈനിങ് ടേബിളിൽ ചായ കൊണ്ടുവരുന്ന സീനിലൊക്കെ ഉപയോഗിക്കാനുള്ള പലതരത്തിലുള്ള ക്രോക്കറീസാണ്. ഇങ്ങനെയുണ്ട് മാച്ചിങ് സൂട്ടുകളുടെ ഒരു വലിയ കളക്ഷനാണ്. ഈ കോട്ടൊക്കെ ആരായിരിക്കും ഇട്ടിട്ടുണ്ടാവുക? നല്ല പച്ച സൂട്ട്. ഇതാണ് നമ്മുടെ കൗബോയ് തൊപ്പിയാണ്. കുതിരപ്പുറത്തിരുന്ന നായകൻ വരുമ്പോൾ വയ്ക്കുന്ന കൗബോയ് ഹാറ്റ്. മേക്കപ്പിൻ്റെ വലിയൊരു ലോകമാണ്. വിഗുകളുടെ ഒരു ലോകമാണ്. ഇതിൽ വയ്ക്കുന്നതെല്ലാം വിഗുകളാണ്. വിഗ് വയ്ക്കാനാണ് ഈ മോൾഡ് യൂസ് ചെയ്യുന്നത്. പടച്ചട്ടയാണ്. ഇതൊക്കെ ഇട്ട് നിൽക്കുന്ന ആളെ സമ്മതിക്കണം. ഇത് ശരിക്കും ഇരുമ്പാണ്, ഭയങ്കര ഹെവിയാണ്. ഇതാണ് മക്കളെ 6 പാക്ക് എന്ന് പറയുന്ന സാധനം. ഞാനൊരു പടയാളി ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുണ്ടാവില്ല. ഈ കാണുന്നത് ഒരു ഓഫീസ് ഡിസ്മാൻഡിലേഴ്സ് ആണെന്ന് കരുതണ്ട. ഇതെല്ലാം സിനിമയ്ക്ക് വാടകയ്ക്ക്, ഓഫീസ് സെറ്റപ്പുകളിൽ വാടകയ്ക്ക് എടുക്കാനുള്ള സാധനങ്ങളാണ്. ഇതിലുള്ള ഒരു പേപ്പർ വെയ്റ്റ് വരെ വാടകയ്ക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് ഒറിജിനൽ മരത്തിൽ ചെയ്തിട്ടുള്ള തന്നെയാണ്. ഗണപതി വിഗ്രഹം, ഒറ്റക്കൊമ്പ് ഉള്ള ഗണപതി വിഗ്രഹം. ഇത്തരം പ്രോപ്പർട്ടീസിൻ്റെ ഒരു വലിയ ശേഖരമാണിത്. ഇതിനെ ശരിക്കും പറയുന്ന പഴയ ഖജനാവിനോടൊക്കെയാണ് ഉപമിക്കുന്നത്. രാജാക്കന്മാരുടെ ഖജനാവ് പോലെയാണ്. മണികൾ. നമ്മുടെ സ്ഥലത്തെത്തി. ബോള് വരെയുണ്ട്, ചെറിയ ബോളുകൾ. നമ്മുടെ പഴയ പമ്പരം ചാട്ടച്ചിട്ടിട്ട് ഇങ്ങനെ അറിയും. ഈ തലമുറയിലെ പിള്ളേർക്ക് അത് അറിയുമെന്ന് അറിയില്ല. ഇങ്ങനെ കിടന്ന് കറന്ന് തിരിയും. എന്നിട്ട് നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ വയ്ക്കും. ബോക്സിങ് ഗ്ലൗസ്. കുറേ കാലമായി ഞാനൊരു ആയുധം കയ്യിലെടുക്കണമെന്ന് വരും. ഇതാണ് ഗദ. ഇത് ഭീമൻ്റെ ഗദയാണോ ഹനുമാൻ്റെ ഗദയാണോ എന്നറിയില്ല. ഹനുമാൻ്റെ ഗദയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഒരു ഹനുമാൻ്റെ ഗദ പോലെയുണ്ട്. ഇവർ എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത്. കാരണം ഇത് വെറൊരു മുളയാണ്.
മോളെ ഒരു ചരടും കെട്ടിയത്. ഏതൊരു ആർട്ട് ഡയറക്ടർക്കും ഒരു സിനിമ തുടങ്ങുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാധനമാണ്. പക്ഷേ ഇവർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് എടുത്തു വെച്ചിരിക്കുകയാണ്. നാളെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു 50 മില്ലും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ മതി. പുല്ലാങ്കുഴലിലെ മുതൽ ഇത് കുറുങ്കുഴൽ എന്ന് പറയുന്നതാണ്. കോങ്കോ, ഹാർമോണിയം, പാത്രങ്ങൾ, കിച്ചണിലേക്കും ഒക്കെ ആവശ്യമുള്ള, വീടൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള പാത്രങ്ങൾ, വലിയ ചെമ്പ് വാർപ്പുകൾ. ഒരു കല്യാണം ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ സദ്യയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ വാർപ്പുകൾ. ഒരു ചവര് മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാരുടെ, ലീഡേഴ്സിൻ്റെ ഫോട്ടോസാണ്. ഇതിവിടെ മുഴുവൻ ദൈവങ്ങളുടെ ഫോട്ടോസാണ്. എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഇവിടെ ഭക്തി, ഇവിടെ ഭക്തി, ഇവിടെ വിഭക്തി. അത് അധികം നോക്കണ്ട. ഹോസ്പിറ്റൽ എക്യുപ്മെൻസിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യാൻ വേണ്ട എല്ലാം ഉണ്ട്. വീൽ ചെയർ അടക്കം, സെല്ലർ അടക്കം 6 നിലകളിലായി പരന്നു കിടക്കുന്ന ഈ സിനിമ ഡെക്കറേറ്റ് ചെയ്യേണ്ട, സെറ്റ് ഡെക്കറേറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസിൻ്റെ ഈ പാരാവാരം, ഈ ഖജനാവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പോൾ മദ്രാസിയിലൊക്കെ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ അവിടെയുള്ളൊരു സ്റ്റാഫിൻ്റെ സഹായം വേണം. ഒരു കൂടിക്കിടക്കുന്ന ഒന്നിനുള്ളിൽ നിന്ന് തപ്പിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ജോലിയാണ്. പക്ഷേ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കായി അത് ഡിജിറ്റലി അവർ തിരിച്ചു വെച്ചിട്ടുണ്ട്.